നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുര ടൗണിലാണ്, സെൻട്രലിൽ ബസ് സ്റ്റാൻഡൊക്കെ അടുത്താണ്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാലാണ് മധുര മീനാക്ഷി കോവിൽ കാണാൻ പറ്റുക. മാപ്പ് നോക്കിയിട്ടാണ് നടക്കണം ഞാൻ. ഓട്ടോറിക്ഷയ്ക്ക് കിട്ടും പോവാൻ, ബസ്സൊക്കെ ഉണ്ട്. നമ്മൾ ബസ് ഓട്ടോറിക്ഷ നോക്കിയില്ല. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്, താഴെയിട്ട് ചായ കുടിക്കണം. ഇവിടെ പണിയൊക്കെ നടക്കണുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. റോസാപ്പ് കച്ചവടം. നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് അടിച്ചാലോ ഇവിടെ ചായക്കട കാണുന്നുണ്ട്. കാണാൻ കഴുക്കായിട്ട് കിടക്കുക. വേണ്ട, വേറെ ഒന്നും കഴിക്കാം. ഇപ്പോൾ മധുര ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഇവിടെ ആകെ പണി കിടക്കണ കാരണേ ആകെ തിക്കും തിരക്കൊക്കെയാണ് വണ്ടികൾ. നമുക്ക് മധുര മീനാക്ഷി കോവിലാണ് പോകണ്ടേ. എന്ത് കഴുതയാന്ന് തോന്നുന്നു. റോട്ടിലൂടെ അലഞ്ഞ് കിടക്കല്ലോ. 3 കഴുതകൾ. കഴുത തന്നെയല്ലേ? ആ, കഴുത തന്നെയാണ്. വെള്ളമൊക്കെ തളം കെട്ടിക്കിടക്കുക, അഴുക്ക് വെള്ളങ്ങൾ. അപ്പോൾ ആകെ സ്മെല്ല അങ്ങനെ നടക്കുമ്പോൾ. നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ കഴിക്കായിരുന്നു. ഇവിടെ രാവിലെ ചോട്ടിലൊരു അമ്പലമുണ്ട് കേട്ടോ, രസമുണ്ട് കാണാം. ഒരു ചെറിയൊരു ചായക്കടയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ടൊന്നും കിട്ടില്ല. ബസ്സിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, പല കളറുകളാണ്. ഇവിടുത്തെ ഫ്ലക്സുകൾ കണ്ടില്ലേ, രജനീകാന്ത്, പഴയ രജനീകാന്ത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ തോന്നുന്നതൊക്കെ ഒക്കെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2 അതിൻ്റെ ഒരു ഫ്ലക്സ്. ഇവിടെ ഒരു പള്ളി കാണാൻ പറ്റും, ക്രിസ്ത്യൻ പള്ളിയാണ്. ഭിക്ഷാടകരുണ്ട്. പിന്നെ സൈഡിലൊക്കെ ചക്ക കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതാട്ടോ പള്ളി, രസമുണ്ട്. ഇതൊരു പച്ചക്കറി മാർക്കറ്റാന്ന് തോന്നുന്നു. കണ്ടോ, തണ്ണിമത്തൻ, ബീട്രൂട്ട്, ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ചെറുതായിട്ട് ഓട്സയിൽ വഴി ചേച്ചി വിൽക്കുന്നുണ്ട് തക്കാളി. ഒരു പടക്കൊക്കെ പൊട്ടിക്കും, കണ്ടില്ലേ പടക്കത്തിൻ്റെ ഇത് കിടക്കണ. ഇവിടെ കല്യാണം ഉണ്ട്, പോയി തിന്നാലോ എന്നൊരു ആലോചന. വേണ്ട, ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും. റോഡരികിൽ ഫ്രൂട്ട്സ് കച്ചവടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഫ്രൂട്ട്സ് മാത്രമല്ല, വേറെ പല പല കച്ചവടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതെന്താ ജ്യൂസ് കടയാണോ? ജ്യൂസ് കടയല്ലേ, ചെറുപഴമൊക്കെ. ഇത് സൗണ്ട് ഓട്ടോറിക്ഷ അമ്പിൽ ചാടിയതാ. ഇവിടെ സ്റ്റോപ്പായിട്ടായി കാണുന്നത്. അവിടെ ഒരു ഫ്ലക്സ് ഉണ്ട്, കല്യാണ ഫ്ലക്സ് ആട്ടാ. 2 ചെറിയ കുട്ടികളെ രസമായിട്ടല്ലേ. അയ്യോ, കല്യാണ വണ്ടി സ്റ്റാർട്ടാക്കി. ഓട്ടോറിക്ഷക്കാരൊക്കെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നുണ്ട്, പോണോന്ന് ചോദിച്ചിട്ടൊക്കെ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കറങ്ങിയിട്ട് എവിടെയൊക്കെ എത്തിക്കും. പിന്നെ നല്ലൊരു പൈസയും മേടിക്കും. അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലൊന്നും കയറുന്നില്ല. ഇവിടെ എന്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട്, ചെറുകടികളൊക്കെയാണ്. ദോശയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, വേണ്ട, വേറെ എന്തെങ്കിലും കഴിക്കാം. നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നണ്ട ഭക്ഷണത്തിനോട്. എന്നിട്ട് കഴിക്കാവും നല്ലത്, അല്ലെങ്കിൽ പണിയാവും. പ്രഭാസിൻ്റെ കൽക്കി ഇവിടെ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കണ അവിടെ ഒന്നും റിലീസായിട്ടില്ല, അല്ലെങ്കിൽ കാണാൻ പോകുമായിരുന്നു. കാണാൻ പറ്റിയില്ല. ഈ നാട്ടിലേക്ക് പോയിട്ട് വേണം സിനിമ കാണാൻ. ഓ, തെരുവ് പട്ടികൾ, എന്താ സൈസ്. കൽക്കി. ഞാനിപ്പോൾ ഒരു മാപ്പും വെച്ച് നടക്കുകയാണ് നോക്കിയിട്ടൊക്കെ. എവിടെ എത്തുമെന്നറിയില്ല, എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല, എന്നാലും എത്തും അല്ലേ. ചേച്ചി അവിടെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസാന്ന് തോന്നുന്നു. മെഷീനുണ്ട് ചെറുത്. ഇവിടെ ഒരു ബോർഡ് വന്നിട്ടുണ്ട്, മീനാക്ഷി അമ്മൻ ടെമ്പിൾ എന്നൊരു ബോർഡുണ്ട്. അത് ലെഫ്റ്റിലേക്കാണ് തന്നുള്ളത്. ഇവിടെ സിഗ്നലാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണാം. പിന്നെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഏതാണെന്ന് അറിയില്ല. സിഗ്നലിൻ്റെ അവിടെ ഭിക്ഷാടനം. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഭിക്ഷാടനം കൂടുതലാണ്. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇവിടെയും ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. 2 പെട്രോൾ പമ്പ് ഓപ്പോസിറ്റാണ്. അപ്പം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മധുര മീനാക്ഷി കോവിലേക്ക് എത്താം. ഇവിടെ പമ്പിൻ്റെ മുന്നിൽ ഒരു ആൽമരമുണ്ട്, നല്ല തണല്ല. അപ്പോൾ വെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ലൊരു കൂളിങ്. ഞാനിപ്പോൾ ഒരു മരങ്ങളെ ചോട്ടിലാണ് നിൽക്കുന്നത്. ഞാനൊരു പോലീസിൻ്റെ എസ്കോർട്ട് ബസ്സിൻ്റെ ആ പരിസരത്ത് നടന്നു പോവാണ്. എൻ്റെ ഈ വേഷം കണ്ടാന്ന് തോന്നുന്നു, ഇയർഫോണൊക്കെ കണ്ടാൽ തോന്നുന്നു. അല്ലാണ്ട് നോക്കണം എന്നെ, ഞാൻ എന്തൊരു പ്രത്യേക മനുഷ്യനാണെന്നില്ല നോക്കണം എല്ലാവരും. ഇതേ കണ്ട, ഇവിടെയൊക്കെ നിറച്ച് പോലീസുകാർ നിൽക്കണം, എന്താണെന്ന് അറിയില്ല.
അങ്ങനെ കുറേ പുളിയുടെ മരങ്ങൾ റോഡിലേക്ക് തന്നെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലത് പുളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, നിലത്തെ കുറച്ച് വീണ് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് നടക്കാൻ ഇതിലെ കൂടെ. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ കോവിലാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പാണ്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ മാത്രം കുടിച്ചോളൂ, പിന്നെ ബിസ്ക്കറ്റ്, തമിഴ്നാട് സ്റ്റൈല് ബിസ്ക്കറ്റ് കഴിച്ചോളൂ. അത് കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈലിൽ തന്നെ തൈര് സാദം പോലത്തെ പൊങ്കൽ പോലത്തെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, തമിഴ് സ്റ്റൈലിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിക്കണം. അറിയില്ല, ഇനി വില കൂടുതലൊന്നും അറിയില്ല. ഇവിടെയൊക്കെ ടോട്ടൽ നല്ല റേറ്റാണ് ഫുഡിനൊക്കെ. പിന്നെ ഇവിടുത്തെ ഭക്ഷണം അധികം സെറ്റ് ആവണില്ല. ഒരു കാള കിടക്കണം, കണ്ട നല്ല വലിപ്പമുള്ള ഒരു കാള. ഇവിടെയും ഒരു കല്യാണത്തിൻ്റെ ഒരു ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്. ചെക്കനെ പെണ്ണൊരു മൂലൊക്കെ, പിന്നെ മൊത്തം കൂട്ടുകാരെ ഫോട്ടോയാണ് വെച്ചുള്ളത്, കണ്ടില്ലേ? ചെക്കനെ പെണ്ണാണ് നിൽക്കുന്നത് അറ്റത്ത്. ഇവിടെയൊക്കെ ഫുള്ള് കൂട്ടുകാരാണ് തള്ളങ്ങി നിൽക്കണത്. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാന്ന് തോന്നുന്നു, അല്ല ഓട്ടോ റിപ്പയറിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഗോപുരം കാണുന്നുണ്ട്. ഇത് ഏത് അമ്പലം എന്നറിയില്ല. മീനാക്ഷി കോവിലാണെന്നൊരു ഡൗട്ട് ഉണ്ട്, അല്ലാന്ന് തോന്നുന്നു. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഫുഡ് ഉണ്ട് കേട്ടോ. ഇഡ്ഡലി ഇതൊക്കെയാന്ന് തോന്നുന്നു, കഴിക്കാൻ തോന്നുന്നില്ല. ആകെ പൊടിയൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ട് കിടക്കണം, കഴിക്കണില്ല. കുറേ മാടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊരു അമ്പലമാണ്. ഇത് ഏത് അമ്പലം എന്ന് എനിക്കറിയില്ല. മീനാക്ഷി കോവിലല്ല, അങ്ങനെയല്ല. ഗോപുരം വലിപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വന്നിട്ടുണ്ട് മീനാക്ഷി കോവിലേക്ക്. പക്ഷേ ഇതല്ല മീനാക്ഷി കോവിൽ, വേറെ ഏതെല്ലാം അന്വേഷിക്കാം. അവിടേക്ക് കണ്ട റോഡ് സൈഡിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നു. ദോശയൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെ കഴിച്ചു നോക്കില്ല ദോശ എന്തെങ്കിലും. ഇതെന്താ ഫുഡ് അടിക്കാണ്ട, കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട് കാണാൻ. അക്ക സാപ്പിടുന്നൊക്കെ തീർക്കാ. ഇഡ്ഡലി കൊടുങ്ക. ഇതന്നെ പനിയാറ്. ഇത് 2 ഇഡ്ഡലി കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരു ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ജംഗ്ഷനിൽ എത്തിയിട്ട് ഇവിടുന്ന് നേരെ നടന്നു പോകണം, എന്നാലേ മീനാക്ഷി കോവിൽ എത്തുള്ളൂ. ഒരു സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ സെൻറ്ററാന്ന് തോന്നുന്നു. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് ചെറുത്. അപ്പോൾ അത് കാരണം ഇവിടെ നല്ല തിരക്ക് വരണത്. അമ്പലമല്ലാന്ന് തോന്നുന്നു, വേറെ എന്തോ സംഭവമാണ്, അറിയില്ല. തമിഴ് എഴുതിയുള്ള എല്ലാതും. ഇവിടെ എന്തോ ഒരു ഉത്സവം തോന്നുന്നത്, ചന്ത മാർക്കറ്റ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ക്രൗഡ്. ഇവിടെ കരിമ്പും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്, കരിമ്പും ജ്യൂസ്. മീനിൻ്റെ നല്ല മണം. ചക്ക ഐറ്റംസൊക്കെ ഉള്ളത്. മാർക്കറ്റാണ്, മീൻ മാർക്കറ്റാണ്. നോക്കി നോക്കാം എന്താണ്. മധുരയിലെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ചുവന്നുള്ളി, തേങ്ങ, ഫുള്ള് മാർക്കറ്റാട്ടോ. അവിടെ ഫുള്ള് വില കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ. അരുവ മീൻ മുറിക്കണം കേട്ടോ. വാള മീൻ കച്ചവടമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കച്ചവടം കാണാൻ പറ്റും. നോക്കി നോക്കാം. ചെമ്മീനൊക്കെ ഉണ്ടല്ലോ. ഞണ്ട, വേറെന്താ എന്ത് മീനാ? മീൻ മാർക്കറ്റാണ് ഇവിടുത്തെ. വാള ഇതൊക്കെയാന്ന് തോന്നുന്നു. നേരെ പോയി നോക്കാം. വാള ഉള്ള കടൽ മീനാണല്ലോ ഇവിടെ. ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പഴകിയ ഞണ്ടാന്ന് തോന്നുന്നു. 100 രൂപ 100 രൂപ വിളിക്കേണ്ടത്. വണ്ടി വേറെ. കൂന്തള് മുറിച്ച് കൊടുക്കണ്ടല്ലോ. അയ്യോ, ഇഷ്ടം പോലെ മീനുണ്ടല്ലോ. പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അവിടെ. പിന്നെ നേരെ നടന്നു കഴിഞ്ഞാൽ ഫുള്ള് പച്ചക്കറി. മീനിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അവിടെ നല്ല ക്രൗഡായിരുന്നു. അവിടെ ഒന്നും നിന്നില്ല. അവിടെ സബോള, പേരയ്ക്ക, അലുമിനിയം പാത്രങ്ങൾ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല മരത്തിൻ്റെ തണലത്തിരുന്നാണ് കച്ചവടം നടത്തുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണുമ്പോൾ. സാധനം മേടിക്കാൻ തോന്നും. ഫുള്ളും തേങ്ങ ഇതൊക്കെ തന്നെ കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്.
ചെറുകിട പപ്പടങ്ങൾ അങ്ങനത്തെ ഐറ്റംസുകൾ. എന്താ അമ്പലം എന്തെല്ലാം ഉണ്ട് തോന്നുന്നു. ചക്ക ചോളായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ സ്റ്റീൽ പാത്രങ്ങൾ അതിൻ്റെ വേറെ. എല്ലാവരും അങ്ങനെ വിളിക്കുന്നുണ്ട് വേണോ ചോദിച്ചിട്ടൊക്കെ. ഒന്നും മിണ്ടുന്നത് എന്തത് പനനൊങ്ങിൻ്റെ കള്ളെന്ന് തോന്നുന്നത്. തേങ്ങ, നാളികേരം, വാഴയിലകളുണ്ട്. ഒക്കെ വേണോ ചോദിക്കുള്ളൂ എന്നോട്. എനിക്ക് വേണ്ടേ. എല്ലായിടത്തും ആട്ടിറച്ചി നന്നായിട്ടുണ്ട്. കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ മധുര മീനാക്ഷി കോവിലേക്ക് വന്നുള്ളതാണ്. പക്ഷെ വഴിയൊക്കെ തിരിഞ്ഞെന്ന് തോന്നുന്നു. മാർക്കറ്റ് കണ്ടപ്പോൾ വേറെ വഴിക്ക് വെച്ച് പിടിച്ചു. ഇവിടെ ദോശയുടെ കുറേ ഹോട്ടലൊക്കെ ഉണ്ട്. ദോശയൊക്കെ ഉണ്ട്. ഇവിടുന്ന് റൈറ്റേക്ക് റോഡുണ്ട്. റോഡ് വെച്ച് പോവാം നമുക്ക്. നമുക്ക് കോവിലെത്താം. ഇത് ഇവിടുത്തെ വീടുകളാണ് കേട്ടോ മൊത്തം കാണുന്നത്. ഒക്കെ 3 നില 2 നില വീടുകളാണ്. കണ്ട ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ മരങ്ങൾ, കരിവേപ്പിൻ്റെ മരങ്ങൾ. പിന്നൊക്കെ ഫുള്ള് വെയില. രസമുണ്ട് നടക്കാൻ. നേരെ പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് എത്തിയിട്ട് അവിടെ മാപ്പ് നോക്കാം ഇനി എങ്ങോട്ടാണ് വഴിയൊക്കെ. ഞാൻ മനഃപൂർവ്വം തിരിഞ്ഞു വന്നു. വീടുകളിൽ നന്നായി കോലം വരയ്ക്കും. ഇവിടെയൊക്കെ കണ്ടില്ലേ കളറിൻ്റെ കോലം, വെള്ള കോലം, അങ്ങനെ പല പല കോലങ്ങൾ ഇവിടെ കണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോലങ്ങളൊക്കെ ഇല്ല കണ്ടില്ലേ കോലങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാ പടികളിലും കോലം വരയ്ക്കും. ഇവിടെ വലിയൊരു ചെറിയൊരു കോവിലുണ്ട്. ഞാനിപ്പോൾ മധുര മീനാക്ഷിന്ന് ഫോണിൽ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിൽക്കൊരു ഏരോ മാർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വഴി കാണാം. അപ്പോൾ ഇവിടെ നേരെ പോവാനാണ് പറയണത്. എന്നിട്ട് ഇങ്ങനെ ഓഫാക്കിയിട്ട് ചവിട്ടി വെച്ച് കഴിഞ്ഞാലേ, ഇങ്ങനെ ഓഫാക്കി കഴിഞ്ഞ് ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് വയ്ക്കാവുന്നുള്ളൂ. നമുക്ക് വഴി കറക്റ്റായിട്ട് പറഞ്ഞു തരും മാപ്പ് തന്നെ. ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നൊക്കെ. അപ്പോൾ ഈ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ വഴി തെറ്റാറില്ല. ഒരു പഴയൊരു ഡിസൈനുള്ളൊരു വീട്, മനവീട് പോലത്തെ. തമിഴ്നാട്ടിലെ അപൂർവങ്ങളപ്പുറമായിട്ട് കാണാൻ പറ്റുന്ന വീടാണ് ഇങ്ങനത്തെ വീട്. കേരള സ്റ്റൈൽ വീട്. ഇതൊക്കെ ഓൾഡ് കേട്ടോ. അത്യാവശ്യം പഴക്കമുള്ള ഓൾഡ് വീടുകളാണ്. ഇവിടെ ഒരു ജ്യൂസ് കട ഉണ്ടെന്ന് തോന്നുന്നു. സ്ട്രോബെറി, മുന്തിരി, അങ്ങനെ കുറേ ജ്യൂസ് കട. ജ്യൂസൊന്നും വേണ്ട, ഡ്രസ്സ് കടയ്ക്കാന്ന് തോന്നുന്നു ഇവിടെ കുറേ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകണം. അപ്പോൾ മാപ്പ് നമുക്ക് ലെഫ്റ്റിക്ക് തിരിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാപ്പ് വഴി നിർദ്ദേശപ്രകാരം ലെഫ്റ്റിലേക്ക് പോവാം. ഇവിടെ എന്തോ കുരുത്തോലെന്തോ വെച്ചിട്ടുണ്ടല്ലോ. എന്തത് ഒരു കലിപ്പല്ല ആള് ഭയങ്കര കലിപ്പല്ലോ. ഇവിടെ ഒരു പ്രതിമ ഉണ്ട്. വടിയൊക്കെ എടുത്ത് വരുന്നുണ്ടല്ലോ. ഇവിടെ കോവിലുണ്ടാവും കേട്ടോ. ഇവിടെ ആരോ പ്രതിമ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ. പൂക്കച്ചവടമാണ് ഇവിടെ മെയിനായിട്ട്. പൂമാലൊക്കെ കൊടുക്കുന്നുണ്ട്. വണ്ടിയിടം കൊടുക്കാത്ത തിരക്കും. ആ പാലം കടന്ന് നേരെ പോകണമെന്ന് മാപ്പ് പറയാണ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോവാം. അതാകുമ്പോൾ തണലൊക്കെ ഉണ്ട്. മറ്റേ ഡേഞ്ചറാണ്. വണ്ടി ഇടിച്ച് ആൾ തീരുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ സീനില്ല. തണലൊക്കെ ഉണ്ട്. നല്ല കടലാസ് പൂവിൻ്റെ മരമാണ് ഇവിടെ അടി മേലെ ഉള്ളത്. നല്ല വെളുത്ത കടലാസ് പൂവില്ല, അതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് നടക്കാൻ. പാലത്തിൻ്റെ അടിയിലൊരു മാടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാലം അങ്ങനെ മേലൊക്കെയാണ് പോവാണ്. നമ്മൾ പോവാത്ത എന്തായാലും നന്നായി. നമുക്ക് താഴോട്ട് തന്നെ പോവാം. ഇവിടെ സിനിമ ഒക്കെ റിലീസായുണ്ട്. പുതിയ പയ്യനാന്ന് തോന്നുന്നത്. വല്ല എന്താണാവോ സംഭവം. മിസ് യൂടാന്നൊക്കെ എഴുതിയുണ്ടല്ലോ. എന്തോ മരണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണോ. ഇവിടെ കുറേ ഇടുങ്ങിയ വീടുകളാണ്. പോയി കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഉറപ്പാണ്. എന്തായാലും പോയി നോക്കിയൊക്കെ അങ്ങനെയാവും. മൊത്തം ഇടുങ്ങിയ വഴിയാണല്ലോ ഇവിടെ. ഒന്നും മനസ്സിലാവണില്ല. ഫുള്ള് ബിൽഡിങ്ങും ഇതൊക്കെ തന്നെ. ആൾക്കാരും അല്ലാണ്ട് നമ്മൾ നോക്കണു. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു ബിൽഡിങ്ങുകൾ കേട്ടോ. അത്യാവശ്യം തിരക്ക്, ആൾക്കാർ തിങ്ങിപ്പാർക്കണ വീടാന്ന് തോന്നുന്നു ഇവിടെ. അത് കാരണം നമുക്കൊന്നും പിടി കിട്ടുന്നില്ല. എങ്ങോട്ട് പോകേണ്ട ഒരു ഐഡിയ അല്ല. അവിടെ പെട്ടുപോയെന്ന് തോന്നുന്നു. നേരെ പോയി കഴിഞ്ഞാൽ കോവിലായെന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് അതിൻ്റെ മേലെ. ഇതാവോ കോവില്. ഇവിടെ നിന്നൊക്കെ വീഡിയോ പിടിച്ചപ്പോൾ നല്ല ഇടി കിട്ടുമായിരിക്കും. നല്ല ഇടി. തമിഴന്മാർ ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ലേഡീസൊക്കെ ഇവിടെ ഇരിക്കണ കാരണേ അവരെ വീഡിയോ പിടിച്ച് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടി കിട്ടുന്നത് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാന്യത കാണിച്ച് നടക്കുകയാണ്. ആരും മുഖത്ത് നോക്കണമൊന്നുമില്ല. ഇപ്പോൾ ആ ഏരിയയിൽ നിന്ന് വേറെ ഏരിയക്ക് എത്തി. ഇവിടെ ഒരു ഇറച്ചി വെട്ടാണ്. ആടൊക്കെയാണ് മെയിനായിട്ട് വെട്ടുക. നായകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
ചെറിയ ചെറിയ കുട്ടി നായകൾ. നല്ല രസമുണ്ട് കാണാൻ നായകളെ. ഇപ്പോൾ വേറെ എവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിത് ഏതാ സ്ഥലം ഒരു പിടിയില്ല കേട്ടോ. ഞാനൊക്കെ വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു കോവിലുണ്ട്. ഇവിടെ കുറേ കച്ചവടങ്ങളും. ഇനി അങ്ങണ്ടാ ഇവിടെ എന്തൊരു ആലൊക്കെ ഉണ്ട്. ഒരു അമ്പലം തോന്നി പരിസരത്ത് കേട്ടോ. അത് കാരണം വഴിയൊക്കെ മാറി തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി നോക്കാം. നമ്മൾ കുറച്ച് നല്ല വീതിയും വിസ്താരമുള്ള ഒരു ഇടയിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ സെയിം വീടുകൾ തന്നെ, ഒരു റോഡ് അപ്പുറം കുറേ വീടുകൾ. ഫുള്ള് ഗേറ്റാണ് വീടിൻ്റെ ഫ്രണ്ടിൽ. മതിലൊന്നുമില്ല ഇവിടെ. ഇവിടെ വിജയകാന്തിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഇതാ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാപ്പ് നോക്കി ഇവർ പറയണനുസരിച്ച് നടക്കന്നെ. ഇവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ട് റോഡായ കാരണം ഏത് റൈറ്റ് ഏത് ലെഫ്റ്റ് എന്നൊന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടുന്ന് ചിലപ്പോൾ റൈറ്റ് ആവും പറയണ്ടാവുക ഗൂഗിൾ മാപ്പ്. അവിടെ എത്തിയിട്ട് നോക്കി നോക്കാം ഗൂഗിൾ മാപ്പ് എന്താ പറയാന്ന്. അങ്ങനെ ഒരു റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു പോവുക. ഇതിൽ നടക്കാൻ വേറൊരു വഴിയുണ്ട്. മരത്തിൻ്റെ തണലടി കൂടെ നടന്നു പോകാനൊക്കെ പറ്റും. ഒരു മെയിൻ സെൻറ്ററാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാലാന്ന് തോന്നുന്നു മധുര മീനാക്ഷിലേക്ക് പോവുക. ഇവിടെ നടക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്, നല്ല കൂളിങ്. ചൂട് ശരിക്കും ഫീൽ ചെയ്യണേ ഇല്ല. അവിടെ മേലെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്, അടിയിൽ കൂടെയാണ് വണ്ടികൾ പോണത്. നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ആൾക്കാരാണ്, ജനത്തിരക്കാണ് ഇവിടെ. ഇവിടെ ഇന്ത്യൻ പടത്തിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ല. കമലഹാസൻ്റെ ഇന്ത്യൻ ടൂർ റിലീസ് ആവേണ്ടല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് താത്ത ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. 100 വയസ്സുള്ള താത്ത തിരിച്ചു വരികയാണ് ഇന്ത്യൻ ടൂർ. കാണാൻ പോകണം എന്തായാലും നാട്ടിൽ എത്തി കഴിഞ്ഞാൽ. നല്ല ഗംഭീര പടമാവും. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കോവിൽ കാണാം. ഇവിടെ ഒരു ചെറിയൊരു ശില്പമുണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയ കോവിലാണ്. ഇവിടെ ആരാധനയൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ നേരെ പോകണം. അപ്പോൾ ഞാൻ മുന്നേ വന്നപ്പോൾ ഇത്ര സിറ്റിലുണ്ടായില്ല. ബസ് ഇറങ്ങിയിട്ട് നേരെ അല്ലേ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതാകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയപ്പോൾ ചെറുതായിരുന്നു ചിറ്റി. അതിന് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഭാഗം ഒന്ന് കാണാൻ പറ്റി നന്നായിട്ട്. ഇവിടെ എന്തോ ഒരു കുഴലൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ അടിയേക്ക്. എന്താണാവോ ഇവിടെ എന്തോ ഭയങ്കര സംഭവം ഉണ്ട്. അഴുക്ക് ചാലാണ് ഇവിടെ. ഇങ്ങനെ അടച്ചിട്ടേക്കാലോ. ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ അറിയില്ലല്ലോ. ഇപ്പം നമ്മൾ വേറൊരു സെൻ്ററെത്തി. ഇവിടെ കട്ട്ള ഡോറ് മരങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ കുറേ പീസുകൾ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര ഒന്നും ഇല്ല, കുറവാണ്. ഒരു സെൻട്രൽ ഭാഗമാണ്. ഇവിടെയൊക്കെ വെള്ളമൊക്കെ പൈപ്പ് അഴുക്കിച്ചാലൊക്കെ നിറഞ്ഞിട്ട് റോട്ടിക്കണ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകെ സ്മെല്ലാണ് ഇവിടെ. ഉദയനിധി സ്റ്റാലിൻ്റെ ഒക്കെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. സ്റ്റാലിൻ്റെ ഒക്കെ ഫ്ലക്സുകളുണ്ട് ഇവിടെ. കല്യാണം തോന്നുന്നു ഇവിടെ. ചേട്ടതാ കോഴിമുട്ട കൊണ്ടുപോകണ വണ്ടി കണ്ടില്ലേ. സൈക്കിൾ ചവിട്ടിയിട്ടാണ് കോഴിമുട്ട കൊണ്ടുപോകുന്നത്. ലഗേജ് കയറ്റി വെക്കുകയാണ്. ഇവിടുത്തെ കൊടിയാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇതൊരു പാർട്ടിക്കാരെ കൊടിയാണ്. ചിലപ്പോൾ ഇത് സ്റ്റാലിൻ്റെ കൊടിയാവും കാണാം കേട്ടോ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഓട്ടോറിക്ഷ ക്രൗഡാലോ. ഇത് കല്യാണ മണ്ഡപം തോന്നുന്നു. വാഴ കൊണ്ടൊക്കെ ഉണ്ടല്ലേ ഡെക്കറേഷൻ ചെയ്തിട്ട്. കല്യാണ മണ്ഡപമാണ്. ഫ്ലക്സ് കണ്ടാൽ അറിയാം. ഇവിടെ ചെറിയ കോവിലുണ്ട്. എല്ലായിടത്തും കുറേ അമ്പലങ്ങളുണ്ട്, ചെറിയ അമ്പലങ്ങൾ. ഫുള്ള് അമ്പലങ്ങളാണ്. 2 ചെറിയ കിടാവുകൾ, പൈക്കിടാവുകൾ വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ. ഇവിടെ പശുവിൻ്റെ തൊഴുത്താന്ന് തോന്നുന്നു. ഇവിടെ റോഡ് സൈഡിലേക്കാന്ന് തോന്നുന്നു പശുക്കളെ കെട്ടിയിട്ടുള്ളത് കേട്ടോ. കുറേ കോഴികളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. ഫുള്ള് വേസ്റ്റ് കളയണ ഏരിയയാണ് ഇവിടെ കണ്ടില്ലേ. വേസ്റ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ വന്ന വഴികളാണ് അങ്ങനെയൊക്കെ. ഇവിടെ കണ്ട വേസ്റ്റ് കളയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാലേ ഇവിടുന്ന് മറ്റേ സൊസൈറ്റിയിൽ നിന്ന് വല്ല ആൾക്കാരൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും കണ്ടില്ലേ. ഇഷ്ടംപോലെ വേസ്റ്റ് കളയുന്നുണ്ട് ഇവിടെയൊക്കെ. ഒരു നായൻ്റെ മുന്നിൽ ഇവിടെ ഓടിപ്പോയി. ഇവിടെ ഫുള്ള് വണ്ടികളും മെഷീനറികളും ടൂൾസിൻ്റെ ഒക്കെ ഏരിയ ആണ് തോന്നുന്നു. അത്യാവശ്യം കട ഇന്ന് ഞായറാഴ്ചയാണ്, കടവാണ്. ഫുള്ള് മെഷീനറികളൊക്കെ സംഭവം. കുറേ മെഷീനറി റിപ്പയറിങ് അങ്ങനത്തെ ഒക്കെ ഏരിയ. അത് ഗല്ലിയാണ് ഇവിടെ. ബൈക്ക് പിന്നെ മോട്ടറുകൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ റെഡിയാക്കുന്ന അവർ ഗല്ലിയാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ പല ഇലക്ട്രോണിക്സ് അങ്ങനെ ഐറ്റം മെഷീനറികൾ അതൊക്കെ റിപ്പയർ ചെയ്യണ ഏരിയ എന്ന് തോന്നുന്നു. എല്ലാം പണി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അറിയില്ല.
ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. ചായ കുടിക്കാം. ഞങ്ങൾക്ക് കുറച്ച് വേണ്ടി ചായ കുടിക്കുന്നുള്ളൂ. ഒരു സിനിമ ഒക്കെ റിലീസായിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയാണാവോ? ഇവിടെ കണ്ടത് നിറച്ചും ബിൽഡിങ്ങുകളാണ്. കുറേ വെറൈറ്റി ഒരു സംഭവങ്ങൾ. ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഒരു വൃത്തിയില്ല. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നു. ഭാഷയിലെ രജനീകാന്ത് ഓട്ടോ. ഇവിടെ ഓട്ടോറിക്ഷയുടെ സ്പെയർ പാർട്സിൻ്റെ കടയെന്ന് തോന്നുന്നു കേട്ടോ. ഓട്ടോറിക്ഷയുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇവിടെ എന്തൊക്കെ പൊളിച്ചു കൊടുക്കണ ഏരിയ എന്ന് തോന്നുന്നു. അവിടെ ഇരുമ്പിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയുള്ള ഇരുമ്പൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു കോവിൽ തോന്നുന്നു, ഭദ്രകാളി. അതിനൊക്കെ ഒരു കൊടുത്തുണ്ട്. ഇവിടുത്തെ സിനിമാ തിയേറ്ററാണ് തോന്നുന്നു കേട്ടോ. സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നേരെ പോകണം. എവിടെ എങ്ങനെയൊന്നും ഐഡിയ കിട്ടുന്നില്ല. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ ഒക്കെ ഒരു ഓർഡറിൽ അങ്ങനെ പോയിട്ടുണ്ട്. പുറത്തേക്ക് ഒന്നും തള്ളി നിൽക്കണില്ല. ഫുള്ള് റൂമുകൾ സെറ്റ്. ഇവിടുത്തെ ഓരോ ഗല്ലികൾ കണ്ടില്ലേ? ഇവിടെയൊക്കെ മാർക്കറ്റ് ഏരിയകളാണ്. സൺഡേ കാരണം എല്ലാവരും അടച്ചിട്ടേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവിലുണ്ട്. ഓരോരോ ജംഗ്ഷനിലും ഓരോരോ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഓരോ കോവിലാണുള്ളത്. എന്തോ ഒരു സംഭവം അറിയില്ല. ഇതൊന്നും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവിൽ. ഫുള്ള് ഗോപുരം ഉണ്ടാവും. മധുര മീനാക്ഷി കോവിൽ എടുത്തായ കാരണം തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് കോവിലുണ്ട്. ഇതെന്താണത്? വെള്ള ടാങ്കാണോ? വെള്ള ടാങ്കി പോലെ ഉണ്ടാവും. വെള്ള ടാങ്കി ഉണ്ടായി കാണുന്നത്. അവിടെ ട്രാക്ടറിൻ്റെ ഒക്കെ ടയർ കിട്ടും. റിസോളിംഗ് ആണെന്ന് തോന്നുന്നു. അത് ടയർ ഉണ്ടാക്കണോ? ടയർ ഉണ്ടാക്കുക തോന്നുന്നു. അവിടെ ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ കൊടുക്കാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്പ്രേ പെയിൻറ്റിൻ്റെ ഷോപ്പ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇഷ്ടംപോലെ ടയറുകളാണ്. ഇവിടെയും ടയറുകൾ. നമ്മളൊരു സെൻറ്ററിലേക്ക് എത്തി. ഇവിടെ നിന്ന് എങ്ങനെ പോകേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ അല്ല കേട്ടോ. ഓയിലിൻ്റെ ഷോപ്പ്. ഇവിടെ ഒരു കല്യാണ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ മെയിൻ സെൻറ്ററിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് സ്ട്രൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എങ്ങോട്ടാണെന്നൊരു ധാരണയില്ല. മാപ്പൊന്നും മിണ്ടുന്നില്ല. മാപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എവിടേക്കാണ് പോകേണ്ടതെന്ന്. ഈ കാണുന്ന പ്രതിമ MGR ആണോ കലഞ്ചറാണോ എന്നറിയില്ല. കണ്ണാട വെച്ചിട്ടുണ്ട്. കലഞ്ചറാവൂല്ലേ? കലാനിധി മാരാർന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പ്രതിമയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കോവിലുണ്ട്. ഇത് ഗണപതിയാന്ന് തോന്നുന്നു. ഒരു വലിയൊരു ശില്പമുണ്ട്. റോഡിൻ്റെ നടുവിലാണ് കോവിൽ വന്നുള്ളത്. അതായത് റോഡിൻ്റെ പണി തുടങ്ങിയപ്പോൾ കോവിലെടുത്ത് കളഞ്ഞില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നിർത്തി. അപ്പോൾ കോവിലിന് സെൻറ്റർ ഭാഗത്താക്കിയിട്ട് അപ്പുറം റോഡാക്കി. അവിടെ ഒരു വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. സംഭവം നല്ല ഡെക്കറേഷൻ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക്. ഒരു ഇറച്ചി വെട്ടാന്ന് തോന്നുന്നു. കോഴിക്കട 25, 40 അങ്ങനെ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാടയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. കാടക്കോഴി. നേരെ പോകണം നമ്മൾ. ഏരിയകൾ കണ്ടോ? നല്ല രസമായി ഇവിടെ നടന്നു പോകാൻ. ആ ഉമ്മർത്തെല്ലാം കുറേ ആൾക്കാർ ഇരിക്കാണ്ടാവും. അവരെല്ലാവരും നമ്മളെ നോക്കിയിരിക്കും നമ്മൾ നടന്നു പോകുമ്പോൾ. പുതിയൊരു ആൾ രൂപം കാണുമല്ലേ? വെറൈറ്റി ആയിട്ട് ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ ഡിഫറെൻ്റ് അല്ലേ? തൊപ്പി ഇതൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് എന്നാണ്. ഓട്ടോറിക്ഷയൊക്കെ ആളെടുക്കുന്നുണ്ട്. ഓട്ടോയിൽ പോകുമ്പോൾ റേറ്റ് കുറവാണ്. പക്ഷെ മലയാളീസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പൈസ കുറച്ച് അധികം മേടിക്കും. പക്ഷെ 100 രൂപയൊക്കെ മേടിക്കും. അത് കാരണം ഓട്ടോറിക്ഷ പിടിച്ചില്ല. ഇവിടെ വേറൊരു കോവിലുണ്ട്. ഇപ്പോൾ ഇവിടെ സിഗ്നലുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. റൈറ്റിലേക്ക്. ഇപ്പോൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ മധുര മീനാക്ഷി കോവിലായി. നമുക്ക് നോക്കി നോക്കാം. റൈറ്റിൽ കൂടെ ആൾക്കാരെ എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കോവിൽ കാണാൻ വന്നവരാവും. അവിടെ തോന്നുന്നു. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതന്നെയാണ് കോവിൽ കേട്ടോ. കുറേ പൂക്കളും മാലകളും മുല്ലപ്പൂകളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ. മിറ്റൊക്കെ നനയ്ക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഹോമക്കായ, കർമൂസങ്കായ അങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ വിൽക്കാൻ വയ്ക്കുന്നുണ്ട്. നല്ല തിരക്കായി. ഓട്ടോറിക്ഷ വരുന്ന ഗ്യാപ്പിൽ കൂടെ നമുക്കും റോഡ് കിടക്കണം. അത് ക്രൗഡ് വണ്ടികളൊക്കെയല്ലോ. നല്ല തിക്കും തിരക്കും. അത്യാവശ്യം നല്ല കാണാൻ തിരക്കിൽ കുറേ ആൾക്കാരെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാറും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പൂക്കച്ചവടമാണ്. മല്ലിപ്പൂ, ഞാവൽപ്പഴം, ചീരകൾ ഇതൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വന്ന പോലെയൊക്കെ ഇവിടെ ഫീൽ ചെയ്യണം കേട്ടോ.
ഒരു കളർഫുള്ളല്ല ഒന്നും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുകളൊക്കെ അടിച്ചിട്ട് വലിയൊരു കോവിലുണ്ടെന്ന് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യില്ല. കുറേ ഫോട്ടോസും മുണ്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നേരെ പോയി നോക്കാം. ഫ്രൂട്ട്സുകളെ മെയിനായിട്ട് കച്ചവടം ചെയ്യണം. ഇവിടെ എന്തൊക്കെയാണ് ഫുഡുണ്ട്, എണ്ണക്കടികൾ, സമൂസ, ഉഴുന്നോട, ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി ഒന്നിൻ്റെ പേരിക്കറിയില്ല. എന്താ വിജനമായ സ്ഥലങ്ങൾ ഒഴിഞ്ഞിടക്കണ കണ്ടില്ലേ. പിന്നെ വണ്ടി കയറിയതിനെ കാലമേ അവിടെയൊക്കെ ഫുള്ള് കച്ചവടങ്ങളും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് നേരെ പോയി നോക്കാം ഇവിടെ എവിടെയാണ് കോവിലുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ കാറുകൾ വണ്ടികളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആവും. ഇതാകുമ്പോൾ ഒരു കുന്നംകുളം മാർക്കറ്റിലേക്ക് വന്ന പോലെ ഫീലാ. കണ്ട ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആകെ പോയിട്ട് ആകെ സ്മെല്ലാണ്. ഇതിൻ്റെ കൂടെ ഒക്കെ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെടികൾ ഒതുങ്ങി തന്നെ പോകണം, പൊടി കയറാണ്ടിരിക്കാനേ. മിറ്റൊക്കെ നനയ്ക്കലുണ്ട്. ഇവിടെ ഉരുളൻകിഴങ്ങ്, തക്കാളി, വെളുത്തുള്ളികളൊക്കെ, പുളി, സപ്പോട്ട അതൊക്കെ ഉണ്ട്. ചെരുപ്പുകൾ ഐറ്റംസ് കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാനൊരു 4-5 വർഷം മുന്നാണ് ഇങ്ങോട്ട് വന്നുള്ളൂ. കറക്റ്റായിട്ടൊന്നും ഓർമ്മ കിട്ടുന്നില്ല. വന്ന വഴിയൊക്കെ ഞാൻ മറന്നുപോയി ശരിക്കും പറയണമെങ്കിൽ. ഇവിടെ അതാ പഴക്കച്ചവടം, പഴം ചെറുപഴം തോന്നുന്നത്. നോക്കിക്കഴിഞ്ഞാൽ വേണമെന്ന് ചോദിക്കും, പിന്നെ മേടിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ്. ഞാൻ അധികം തല കൊടുക്കാറില്ല. ഇനി ഇവിടുന്ന് എങ്ങനെയാണാവോ. ഇവിടുത്തെ വഴികളൊക്കെ കണ്ടില്ലേ ആകെ. അയ്യോ, കാറ് ഇങ്ങടിച്ച് കൊല്ലുമോ. ബസ്സുകളൊക്കെ നല്ല കളർഫുള്ളാട്ടോ. ഇനി നേരെ പോയേക്കാം. ഇവിടെയൊക്കെ ചെരുപ്പ് കടകളാണ് കൂടുതൽ കേട്ടോ. ചെരുപ്പ്, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ട്, കിട്ടാനുണ്ട്. ചവിട്ടികൾ, കളിപ്പാട്ടങ്ങൾ സമൃദ്ധി കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും കളിപ്പാട്ടം മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഫാമിലിയൊക്കെ വരുമ്പോൾ അവരെ കയ്യിലൊരു കളിപ്പാട്ടം കാണാം, JCB അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ. ചെറിയ തൊപ്പി, ക്യാപ്പ്, ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഇതവിടെ ചെരാതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കടയൊക്കെ റിപ്പയറിങ്ങിൻ്റെ വേസ്റ്റ് ഇടണം കണ്ടില്ലേ. വേസ്റ്റ് കൊട്ട, വേസ്റ്റ് ഇടാം, വേസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് പോവും. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോവുക, നേരെയാണോ ഇടത്തോട്ടേക്കാണോ? ഇവിടെയൊക്കെ മൊത്തം ചേഞ്ച് ആയിട്ട് വഴികളൊക്കെ ആകെ മാറി. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഉപ്പിലിട്ട മാങ്ങ, പഴം ഒക്കെ ഉണ്ട് കൊടുക്കാണ്ട്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കുറേ കളർഫുള്ള് ഭരണികൾ ഇതൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാസ്സുകൾ, കരിമ്പും ജ്യൂസ്. മധുര മീനാക്ഷി കോവിൽ കണ്ടു. ഇതാ ഒരു ഗോപുരം കാണുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു ഗോപുരം കാണാൻ പറ്റും. അവിടെയാണ് മധുര മീനാക്ഷി കോവിൽ. ഇതൊരു പണി നടക്കുകയാണ് അവിടെ. നിലയൊക്കെ കെട്ടിയിട്ടുണ്ട്, പെയിൻറ്റിങ് നടക്കുന്നു കേട്ടോ. ഗംഭീര നില കെട്ടിയുള്ള കേട്ടോ. സെറ്റാക്കാൻ തോന്നുന്നു അമ്പലം. ഇവിടെ ഷെയ്ക്കൊക്കെ കിട്ടും കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ട് എനിക്ക് ജ്യൂസ് ഇതുവരെ കുടിക്കാൻ പറ്റിയിട്ടില്ല. പറ്റുമെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കണം. ചോറൊക്കെ ഉണ്ട്, പല പല ടിഫൺ, ചെരുപ്പുകളുടെ കളക്ഷൻ തന്നെയല്ലോ. കിൻഡിൽ ചെരുപ്പാലോ. ഇഷ്ടംപോലെ കച്ചവടക്കാരാണ് ഇവിടെ, ഇഷ്ടംപോലെ കച്ചവടം. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി കോവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് മധുര മീനാക്ഷി കോവിലിൻ്റെ ഒരു ചുറ്റുപാട്. ഫുള്ള് തിരക്കുകളും അത്യാവശ്യം കാണാൻ ആൾക്കാരുകളും പിന്നെ സമൃദ്ധി കച്ചവടക്കാർ. അങ്ങനെ ഞങ്ങൾ വന്ന വഴി അതിലായിരുന്നു കേട്ടോ. ഇതിൽ വേറെ വഴി ഇപ്പം ഞാൻ വന്നത്. ഇവിടെ ഒരു മണ്ഡപമുണ്ട്. ഇത് ഉത്സവം നടത്തുമ്പോൾ ഈ മണ്ഡപം എല്ലാം കാലിയാക്കും. അല്ലാത്ത പക്ഷം കച്ചവടക്കാർക്ക് ലീസിന് കൊടുക്കണം പതിവ്. ഇവിടെ പണി നടക്കണം. എത്ര നില വെച്ച് കെട്ടിയേക്കണമൊക്കെ വളച്ചും പറഞ്ഞിട്ടൊക്കെ കയറുകൊണ്ട് കെട്ടിപ്പൊക്കിയുണ്ട്. സെറ്റാണ്. പറയുമ്പോൾ ഞങ്ങൾ നിലപ്പണിയാണ്. ഇവിടെ ഗോപുരം പൂട്ടിയിട്ടോ. പെയിൻറ്റിങ് ആയ കാരണം ഗോപുരം, മണ്ഡപമാണ് ഇതിൻ്റെ, അടച്ചു. ഇവിടെ ഭയങ്കരമായിട്ട് ഭിക്ഷാടനം കൂടുതലാണ്. അത് കാരണേ പിച്ചക്കാർക്കൊന്നും ചെറിയ പിള്ളേർക്കൊന്നും പൈസ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ സീനാണ്. എന്ന് വെച്ചാൽ പിന്നാലെ കൂടും. അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കച്ചവടങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അമ്പലത്തിൻ്റെ ഗോപുരം കാണിച്ചു തരാം. നില കെട്ടിയിട്ട് ഫുള്ളായിട്ട് കിട്ടില്ല, പെയിൻ്റ് അടിയാണ്. ആൾക്കാരെ കാണില്ലല്ലോ പെയിൻ്റ് അടിക്കുന്നത്. നില കെട്ടുകയുണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ എന്താ ഭയങ്കര തിരക്കാണല്ലോ.
ആ കോവിലേക്ക് കയറാനുള്ള തിരക്കാട്ടത് ഞായറാഴ്ച കാരണേ കോവിലേക്ക് വരിക തിരക്കണ്ട. ഭിക്ഷാടനങ്ങള് സമൃദ്ധിയാണ്. മാലയ്ക്ക് ഇട്ടിട്ട് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇനി എന്തൊരു വിശേഷ ദിവസമാണോ അറിയില്ലല്ലോ. ഇവിടുത്തെ ഉത്സവം ഗംഭീരാ. 2 കോവിലുകളിൽ ഉത്സവം ഇവിടെ ഉണ്ട്. അടിപൊളിയാ. നല്ല തിരക്കുള്ള സമയത്ത് തന്നെ വന്നു. ജ്യൂസ് എന്തെങ്കിലും കിട്ടും, ചായ. ഇവിടെ ഷെയ്ക്ക് എന്താണെന്ന് തോന്നുന്നല്ലോ. നോക്കിയാലോ, ഷെയ്ക്കാണത്. ഇവിടെയാണ് കോവില് എൻട്രൻസ്. ഇങ്ങനെ ക്യൂ നിന്ന് കയറേണ്ടി വരും തോന്നുന്നു. എന്ന് വെച്ചാൽ ചെരുപ്പിടാൻ പാടില്ല. കണ്ടില്ലേ, ഇവിടെ മൊബൈൽ ഫോണൊന്നും ഉള്ളിലേക്ക് അലൗഡ് ഇല്ല. അതായത് വാച്ചുകൾ, മൊബൈലുകൾ, അങ്ങനെ മാല എന്തൊക്കെ ഊരി വെക്കണം. ചെരുപ്പുകളൊക്കെ ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മളൊരു ടോക്കൺ തരും. അപ്പം മൊബൈലൊക്കെ മേടിച്ച് കയ്യിൽ വെക്കും, അവർ വെക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. അതുകൊണ്ട് ഉള്ളൊക്കെ കാണേണ്ട സംഭവം തന്നെ കേട്ടോ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഗംഭീരം, അടിപൊളിയാണ്. ജീവിതത്തിലൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മധുര മീനാക്ഷി കോവിൽ. പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്ന്. ഉള്ളിൽ കയറി കാണണം. എൻ്റെ തലമുടി കച്ചവടമൊക്കെ ഉണ്ടല്ലോ. മാലമണി എന്തോ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ. ഇല്ല, മണി അടിച്ച് നോക്കണം കേട്ടോ അവിടെ. ആകെ തിരക്കാണല്ലോ. ഇവിടെ ഇപ്പം നിൽക്കുക, ഇരിക്കാനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഷെഡൊക്കെ കെട്ടിയിട്ട്. ഞാനൊക്കെ ഒരു 4 വർഷം മുന്നേ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല ഈ കോവില് കാണാൻ. ആരും തന്നെ ഒറ്റ കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താണാവോ, പാകം മാറിയേക്കണു. ഇപ്പൊക്കെ നല്ല തിരക്കായിരിക്കണു. ഫുള്ള് കച്ചവടക്കാരൊക്കെ പെരുകിയേക്കണു. ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ശൂന്യമായിട്ട് കിടക്കായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം ആണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ്. അതൊക്കെ അതുപോലെ തന്നെ ഫീൽ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് കളർഫുൾ ആട്ടാ. ഇപ്പോൾ ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതൊക്കെ കോൺക്രീറ്റ് ഇട്ട് എന്തൊക്കെ സംഭവമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കരിങ്കല്ല് പതിച്ചേക്കണം റോഡിൽ. ഫുള്ള് അവിടെ കച്ചവടക്കാർ. ഇങ്ങനെ ഈ ഷെഡൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ പണിതാണ്. ഇവിടെ നല്ല കച്ചവടക്കാരുണ്ട്. ഗംഭീര വർത്താനവും അടിയൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ മാല തൊട്ട് കഴിഞ്ഞപ്പോൾ മേടിക്കേണ്ടി വരും, കാരണം തൊടുന്നില്ല. എന്താ വെള്ളം കുടിക്കാനുള്ളതൊന്നും ബാത്റൂമാന്ന് തോന്നുന്നു. ബാത്റൂം കണ്ടില്ലേ, പബ്ലിക്കായിട്ട് ബാത്റൂം. ഇങ്ങനെ കോയിനിട്ട് ബാത്റൂമിൽ പോവുക. ഇതാണ് ഗോപുരം കേട്ടോ. ഇവിടെ നിലയൊന്നും കെട്ടിയിട്ടില്ല. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളാണ് കാണേണ്ടത് മെയിനായിട്ട് കേട്ടോ. ഉള്ളാണ് അടിപൊളി. നമ്മൾ ചന്ദ്രമുഖി സിനിമയിലൊക്കെ ഒരു കൊട്ടാരം കണ്ടിട്ടില്ലേ, ഏകദേശം അതുപോലെയാണ്. ഫുള്ള് കരിങ്കല്ലാണ്. സീലിങ്ങും അടിഭാഗവും തൂണുകളും നല്ല ഹൈറ്റിൽ കരിങ്കല്ലാണ് വരും അവിടെ. നല്ല തണവും വേറൊരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കേട്ടോ. ശരിക്കും കാണാൻ തന്നെ വേണം. ലോകാത്ഭുതം എന്നൊക്കെ പറയാം മധുര മീനാക്ഷി കോവിലിനെ. എന്ന് വെച്ചാൽ തഞ്ചാവൂർ ഒരു കോവിലുണ്ട്, പക്ഷെ അത് ഇത്ര സൈസില്ല. പക്ഷെ മധുര മീനാക്ഷി ഒരു ഹാള് പോലെയാണ്. ഹാള് എന്ന് പറയുമ്പോൾ വലിയൊരു ഹാള്. അവിടെ ഫുള്ള് കരിങ്കല്ലിൻ്റെ വർക്കാണ്. ഫുള്ള് കരിങ്കല്ലുകൊണ്ട് പണിതുള്ളതാണ്. പക്ഷെ തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഗോപുരത്തിൻ്റെ മേലെ മറ്റൊരു സംഭവം വലിയ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ അതില്ല. പക്ഷെ ഉള്ളു രക്ഷയില്ല, കാണേണ്ട സംഭവം തന്നെയാണ്. ഇവിടെ പോലീസുകാരൊക്കെ ചെക്കിങ്ങിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിമുടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റുള്ളൂ, അല്ലാണ്ട് കയറ്റില്ല. അത്യാവശ്യം സ്പെഷ്യലാണ് തഞ്ചാവൂർ എന്ന് വെച്ചാൽ മധുര മീനാക്ഷി കോവിൽ എന്ന് പറയുമ്പോൾ. ഫുള്ള് നല്ല ഡെക്കറേഷനാണ്, കണ്ടില്ലേ. കരിങ്കല്ലാണ്. പീസ് കല്ലുകൾ ഇങ്ങനെ പറക്കി സെറ്റാക്കി വെച്ചാൽ കളർഫുള്ളാക്കിയൊക്കെയുണ്ട്. കോവിലിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തുള്ളൂ കേട്ടോ. ഉള്ളാന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല, ഫുള്ള് കച്ചവടങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ എനിക്കും കയറണം കോവിലേക്ക്. ഇവിടെ നിന്നാണ് മൊബൈൽ കൊടുക്കുക. നല്ലൊരു സ്ഥലത്ത് തന്നെ മൊബൈൽ ഏൽപ്പിക്കുക. 2 ഫോണ്, പവർ ബാങ്ക്, ഹെഡ്സെറ്റ് ഇതൊക്കെ കൊടുക്കാനുണ്ട്. ചെരുപ്പ് 60 രൂപയ്ക്ക് ഷർട്ട് കേട്ടോ. 160 രൂപയ്ക്ക് ഷർട്ട്, 120 രൂപയുടെ 160 രൂപയുടെ ചുരിദാർ, 160 രൂപ ചുരിദാർ, 120 രൂപ സാരി, 120 രൂപ ഒക്കെ 120 അല്ല 160 ആണല്ലോ. റേറ്റ് നല്ല കുറവ്, ചീപ്പ്. അങ്ങനെ ഞാൻ കോവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ സമയം ഒരു 12 മണി ആവാറായി. ഇനി നല്ലൊരു ഫുഡ് അടിക്കണം. അപ്പോൾ ഞാൻ അവിടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻട്രൻസ് വഴി ഇങ്ങനെയായിരുന്നു. ഞാൻ വേറെ വഴി നടന്ന് വന്നു. ഇപ്പോൾ കാണുന്നതാണ് എൻട്രൻസ് വഴി. ഞങ്ങൾ മുന്നേ വന്നത് ഈ വഴിയാണ്.
ഇവിടെ കുറേ ഓടിൻ്റെ ശില്പങ്ങളൊക്കെ, ശിലകളില്ലേ, സിംഹങ്ങൾ, കുതിരകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചന്ദനത്തിരികൾ, ഇവിടെ എന്തോ നാമജപം അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഈ ഷോപ്പിൻ്റെ ഇവിടെ കണ്ടില്ലേ കോലം വരച്ചിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പം ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ മധുര മീനാക്ഷി കോവിലെ പറ്റി പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു കോവിലാണ് മധുര മീനാക്ഷി കോവിൽ. പാറക്കല്ലും കരിങ്കല്ലിൻ്റെ ഒക്കെ വിസ്മയം വേറെ ലെവലാണ്. കൊട്ടാരം എന്ന് പറയില്ലേ, കരിങ്കല്ലിൻ്റെ കൊട്ടാരം, ആ കൊട്ടാരമാണ് മധുര മീനാക്ഷി കോവിൽ. ഇതുപോലത്തെ ഒരു ചെറിയ സംഭവമാണ് തഞ്ചാവൂർ കോവിൽ, അതുപോലെ തന്നെ മധുര മീനാക്ഷി കോവിൽ. രണ്ടും വേറെ ലെവൽ തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ. അപ്പോൾ ഇറങ്ങി ഇവിടെ ഹരിയൊക്കെ കരിങ്കല്ല കേട്ടോ, നല്ല രസം നടക്കാനൊക്കെ. ബെസ്റ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും വരിക, എല്ലാ കാസ്റ്റും വരുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഉറപ്പായും വരിക സമയം കിട്ടുമ്പോൾ കേട്ടോ. മധുരയിലുള്ള മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. മധുര മാർക്കറ്റ്, ഈ കാണുന്നതാണ് മാർക്കറ്റ്. മധുരയിലെ സ്പെഷ്യൽ ജാതി മാർക്കറ്റ് തന്നെയാണ്. സകല സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട്. ഇവിടുത്തെ ഒരു ലുക്ക് കണ്ടാൽ തന്നെ അറിയാം മാർക്കറ്റിൻ്റെ ഒരു ഭംഗി. ഫ്രൂട്ട്സുകളാണ് മെയിൻ. ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും നമുക്ക് മധുര ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള. ഇവിടെയൊക്കെ നിറച്ച് വണ്ടി പാർക്ക് ചെയ്ത് ആകെ റോഡൊക്കെ കണ്ടില്ല, ആകെ കച്ചറകളാണ്. ഇപ്പോൾ രാവിലെ ഇവിടുന്ന് ലോഡ് കയറ്റി കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നിറച്ച് കച്ചറകളായി. ഇപ്പോൾ ഒന്ന് ശാന്തമായി. ചിലടൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. പൂ കച്ചവടം ചെയ്യണ ഓല മേഞ്ഞിട്ടാട്ടോ ഷെഡ് ഉണ്ടാക്കിയുള്ളത്. ഇവിടെ ചേച്ചിയൊക്കെ പൂ വെക്കുന്നുണ്ട്, റോസാപ്പൂ, മുല്ലപ്പൂ, പിന്നെ അത് പൂമാല, അങ്ങനത്തെ കുറേ ഇവിടെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിനി വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ വേറൊരു അമ്പലം തന്നെ, ഒരു മലയുണ്ട്, മലയുടെ മേലെ ഒരു ബുദ്ധൻ്റെ അമ്പലം, അങ്ങനത്തെ സംഭവമൊക്കെ ഈ മധുര മീനാക്ഷി അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. ബസ് വഴിയാണ് പോകുന്നത്. നമുക്ക് ബസ് പിടിക്കണം. എവിടെ ബസ് വരാൻ നമുക്കറിയില്ല. ഇവിടെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ബസ് വരും. നമുക്ക് ബസ്സിൽ കയറിയിട്ട് പോവാം. അതിന് മുന്നേ ഫുഡ് കിട്ടുകയാണെങ്കിൽ ഫുഡും കഴിക്കാം. ഇതവിടെ നോക്കിയാൽ വെറ്റിലകൾ, പിന്നെ മധുര നാരങ്ങ, അങ്ങനെയൊക്കെ. സിഗ്നലിലെത്തി. ഇവിടുന്ന് കിട്ടും മധുരയ്ക്കുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോകണം.